നിലവിലെ വായ്പയുടെ പലിശ എങ്ങനെ കുറക്കാമെന്നറിയാം. ലോൺ എടുത്ത ശേഷം ഉയർന്ന പലിശ കാരണം ബുദ്ധിമുട്ടുന്നവരാണ് പല ആളുകളും. പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ബാങ്ക് വായ്പയെ ആശ്രയിക്കാനാണ് ആളുകൾ ശ്രമിക്കാറ്. അപേക്ഷിക്കുന്ന സമയത്തുള്ള നിങ്ങളുടെ സാമ്പത്തിക നില അവലോകനം ചെയ്താണ് ഓരോരുത്തർക്കും വായ്പ അനുവദിക്കുന്നത്. എന്നാൽ ലോൺ എടുത്ത ശേഷം ഉയർന്ന പലിശ കാരണം EMI അടക്കാൻ ബുദ്ധിമുട്ടുകയാണ് പലരും ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ എടുത്ത വായ്പയുടെ പലിശ കുറക്കാൻ സാധിക്കുമെന്ന കാര്യത്തെക്കുറിച്ച്? നിങ്ങളുടെ സിബിൽ സ്കോറിനെ അടിസ്ഥാനമാക്കിയാണ് ഇക്കാര്യത്തിന് പരിഗണന ലഭിക്കുന്നത്. നല്ല സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ EMI ലഭിക്കും. അതായത് ക്രെഡിറ്റ് കാർഡ് ബില്ലുകളും വായ്പ തിരിച്ചടവും കൃത്യമാണെങ്കിൽ സിബിൽ സ്കോർ കൂടുമെന്നർത്ഥം. ഇപ്രകാരം നിങ്ങളുടെ സിബിൽ സ്കോർ മെച്ചപ്പെട്ടാൽ വായ്പ പലിശയിൽ ഇളവ് ആവശ്യപ്പെടാവുന്നതാണ്. നിങ്ങൾ വായ്പയുടെ തിരിച്ചടവുകളൊന്നും മുടക്കം വരുത്താത്ത ആളാണെങ്കിൽ സാലറി സ്ലിപ്പ്, സ്ഥിരമായ തിരിച്ചടവ് രേഖകള്, ആസ്തിയുടെ വിശദാംശങ്ങള്, ആദായ നികുതി റിട്ടേണുകള് ഇവയുടെയൊക്കെ രേഖകള് സമർപ്പിച്ച് ബാങ്കുമായി ഒരു ചർച്ച നടത്താവുന്നതാണ്. അടുത്ത മാർഗം ബാലൻസ് ട്രാൻസ്ഫർ ഓപ്ഷനാണ്. കുറഞ്ഞ പലിശ നിരക്കിൽ നിങ്ങളുടെ നിലവിലുള്ള വായ്പ മറ്റൊരു ബാങ്കിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണിത്. ഇത് വായ്പാ ഭാരം വലിയ തോതിൽ കുറയ്ക്കും. ഇനി ഏതെങ്കിലും ഉത്സവ സീസണുകളിലോ പ്രൊമോഷണൽ ഓഫറുകളിലോ സാധാരണയായി ബാങ്കുകൾ മികച്ച ഓഫറുകൾ പ്രഖ്യാപിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എടുത്തിരിക്കുന്ന വായ്പാ പലിശ ഇത്തരം ഓഫറുകളുടെ മേലുള്ളതാണെങ്കിൽ ബാങ്കുമായി സംസാരിച്ചു നോക്കാവുന്നതാണ്. ഈ മാർഗങ്ങൾ പിന്തുടരാവുന്നതാണ്. അതേസമയം വായ്പ റിക്കവർ ചെയ്യുന്ന അന്തിമ തീരുമാനം ബാങ്കിന്റേതായിരിക്കും. ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു സാമ്പത്തിക വിദഗ്ധനോട് സംസാരിച്ച ശേഷം തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ്.